നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടമട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ചടങ്ങുകൾക്ക് തുടക്കമായി. ബുധനാഴ്ചയാണ് തൈപ്പൂയ ആഘോഷം. അഖില കേരള ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചാവക്കാട് താലൂക്ക് സമ്മേളനം നടത്തി. വലപ്പാട് ഇടവക ദൈവാലയത്തിന്റെ 525ാം ജൂബിലി സമാപന സമ്മേളനം മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. എടമട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷങ്ങൾക്ക് കുംഭാഭിഷേകത്തോടെ തുടക്കം കുറിച്ചു. ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത പ്രസാദഊട്ട് ഉണ്ടായി. പ്രസാദഊട്ട് സമർപ്പിച്ചത് CP ട്രസ്റ്റ് ചെയർമാനും ആസാ ഗ്രൂപ്പ് MD-യുമായ CP സാലിഹ് ആണ്. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തിയുടെ മകൻ ബിജു നാരായണൻകുട്ടിയുടെയും ക്ഷേത്ര മേൽശാന്തി ചെമ്മാലിൽ സന്ദീപ് ശാന്തിയുടെയും നേതൃത്വത്തിൽ ക്ഷേത്ര ചടങ്ങുകൾ നടന്നു. സമാജം പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, സമാജം സെക്രട്ടറി രാജേഷ് വേളക്കാട്ട്, സമാജം ട്രഷറർ സുമോദരൻ എഴുത്ത്, വൈസ് പ്രസിഡന്റ് ജിതിൻ ചോലയിൽ, സമാജം മുൻ പ്രസിഡന്റുമാരായ ശ്രീ സുനിൽകുമാർ അരയമ്പറമ്പിൽ, ജിതേഷ് കാരയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ രഞ്ജൻ എരുമത്തിരുത്തി, ബാബുരാജ് വാലിപ്പറമ്പിൽ, ജിജിൻ മച്ചിങ്ങൽ, മറ്റു ഭരണസമിതി അംഗങ്ങൾ, വനിതാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ അമ്പലങ്ങളിലും ഇവിടെ മാത്രമല്ല, പ്രേതമ്പലം ആയാലും വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പാങ്ങണ്ടിയൂർ അമ്പലങ്ങളായാലും ഒരുപാട് അമ്പലങ്ങളിലേക്ക് നമ്മൾ കുടിവെള്ളവും ഒപ്പം ഇതേമാതിരി തന്നെ അരിയും ശബരിമലയ്ക്കാണ് അല്ല 4 അമ്പലത്തിനാണ് ഇതുവരെ നമ്മളുടെ എൻ്റെ സ്വന്തം അതായത് പാടത്ത് വിളയുന്ന അരിയും കഞ്ഞിയും ഞാൻ തന്നെയാണ് പോയിട്ടത് വിളമ്പി കൊടുക്കാറ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങളങ്ങനെ വിളിക്കുന്നതിനും അങ്ങനെ ജാതി മതം അങ്ങനെയൊന്നുമില്ല, രാഷ്ട്രീയമൊന്നുമില്ലാതെ നമ്മളങ്ങനൊന്നും എല്ലാം ഒരു മതസൗഹാർദ്ദമാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇവിടെ ആംബുലൻസ് സൗകര്യമായാലും ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. എമർജൻസിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിൻ്റെ കൗണ്ടർ ഉണ്ടാക്കാറുണ്ട്. അത് CP ട്രസ്റ്റിൻ്റെ അത് നമ്മളൊക്കെ എല്ലാവർക്കും ഒരു മാതൃകയും കൂടി ആവണം. ചൊവ്വാഴ്ച വൈകിട്ട് കാവടി സമർപ്പണം നടക്കും. ബുധനാഴ്ചയാണ് തൈപ്പൂയ ആഘോഷം. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് 63 വർഷത്തെ സേവന പാരമ്പര്യമുള്ള കണ്ടശ്ശാങ്കടവ് കേണ്ടസ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കേണ്ടസ് കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഭാഗമായി കാരമുക്ക ഫാമിലി ഹെൽത്ത് സെന്ററിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു ബേബി ഉദ്ഘാടനം ചെയ്തു. കേണ്ടസ് ക്ലബ്ബ് പ്രസിഡന്റ് തോമസ് തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി CT ആൻഡോ, ട്രഷറർ ജോൺസൺ പീറ്റർ, ജോയിന്റ് സെക്രട്ടറി ജോസഫ് പള്ളിക്കുന്നത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രിയേഷ്, TJ ദേവസി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി ഈസ്റ്റർ ദിനത്തിൽ കണ്ടശ്ശാങ്കടവ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുന്ന കാഞ്ഞിരപ്പള്ളി അമല തിയേറ്റേഴ്സിന്റെ ഒറ്റ എന്ന നാടകം നടത്തും. ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന കാക്രാട്ട് ചാക്കോ മകൾ ക്രിസ്റ്റീന, ജിബിൻ എന്നിവർക്ക് നൽകിക്കൊണ്ട് ക്ലബ്ബ് പ്രസിഡന്റ് തോമസ് തോട്ടുങ്ങൽ നിർവഹിച്ചു. 60 വർഷമായിട്ട് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും കലാരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് കേണ്ടസ് ക്ലബ്ബ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ആവശ്യം അവരുമായിട്ട് പങ്കുവെച്ചപ്പോൾ വളരെ അനുഭാവപൂർവ്വം അത് പരിഗണിക്കുകയും അത് നടത്താൻ നമ്മളുടെ ഒപ്പം നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു സംരംഭത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന കേണ്ടസ് ക്ലബിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം വളരെയധികം അഭിമാനത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി കാരുണ്യസ്പർശം എന്ന ഈ അഭിമാനകരമായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. വടനപ്പള്ളി പൂശാരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വടനപ്പള്ളി ആൽമാവ ദേശം നടത്തിയ കാവടി ആഘോഷം വർണ്ണാഭമായി. വടനപ്പള്ളി പൂശാരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വടനപ്പള്ളി ആൽമാവ് ദേശം നടത്തിയ കാവടി ആഘോഷം വർണ്ണാഭമായി. ശനിയാഴ്ച രാത്രി കറുപ്പൻ ശ്രീ ഭദ്രകാളി ശ്രീ ഗുരുമുത്തപ്പൻ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാനകപൂജ നടത്തി.
തുടർന്ന് നാദസ്വരം, പൂക്കാവടി, പീലിക്കാവടി എന്നിവയുടെ അകമ്പടിയോട് കൂടിയ ഘോഷയാത്ര രാത്രി 10 മണിക്ക് ആൽമാവ് സെന്ററിൽ എത്തിച്ചേർന്നു. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും പൂക്കാവടി, പീലിക്കാവടി, നാദസ്വരം, തിറ, വിളക്കാട്ടം, ചിന്തുപാട്ട് എന്നിവയുടെ അകമ്പടിയോട് കൂടിയ കാവടി വരവ് ഉച്ചയ്ക്ക് 2 മണിക്ക് പൂശാരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രാത്രി കാവടി ആൽമാവ് പരിസരത്തു നിന്നും രാത്രി 7 മണിക്ക് പുറപ്പെട്ടു. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് രാജേഷ് കുര്യക്കോട്ട്, സെക്രട്ടറി മണിക്കുട്ടൻ ചിറ്റിലേടത്ത്, ട്രഷറർ സുനിൽ കുമാർ കുര്യക്കോട്ട്, വൈസ് പ്രസിഡന്റുമാരായ കിരൺ കുര്യക്കോട്ട്, അയ്യപ്പൻ ചക്കാണ്ടൻ, ജോയിന്റ് സെക്രട്ടറിമാരായ സന്ദീപ് മണ്ണാംപുറത്ത്, ബിജു ചക്കാണ്ടൻ, രക്ഷാധികാരികളായ ശിവകുമാർ കൊണ്ടറപ്പശ്ശേരി, രാജീവ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ തൃശൂർ ജില്ലാ ഗുരുവായൂർ നിയോജക മണ്ഡലം വടനപ്പള്ളി എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് സ്കൂളിൽ നടത്തിയ പരിപാടി ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സജു വടക്കേത്തല ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് ലീഗൽ കൗൺസിലർ അഡ്വക്കേറ്റ് അനീഷ ശങ്കർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജ്, ഹെഡ്മാസ്റ്റർ PK സോജൻ, എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോ, AH അക്ബർ, ബിനോജ് C എന്നിവർ സംസാരിച്ചു. CC ഭഗവത് സിംഗ് 1ാം ചരമവാർഷിക ദിനം കാഞ്ഞാണി കിഴക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കാഞ്ഞാണി സെന്ററിൽ ആചരിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ജനാർദ്ദനൻ മണ്ണുമ്മൽ അധ്യക്ഷത വഹിച്ചു. KV ഡേവിസ്, MK സദാനന്ദൻ, VK വേലായുധൻകുട്ടി എന്നിവർ സംസാരിച്ചു. തളിക്കുളം എരണേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, പ്രസാദ വിതരണം എന്നിവ ഉണ്ടായി. ക്ഷേത്രം തന്ത്രി പ്രകാശൻ തന്ത്രി, ക്ഷേത്ര മേൽശാന്തി ധനേഷ് ശാന്തി, സഞ്ജു ശാന്തി, പ്രകാശൻ ശാന്തി, സലീഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് പ്രിൻസ് മദൻ, സെക്രട്ടറി EB ഗുണശീലൻ, വൈസ് പ്രസിഡന്റ് EVN പ്രേംദാസ്, ജോയിന്റ് സെക്രട്ടറി സ്മിത്ത് EVS, ട്രഷറർ ഷൈജു ES എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തളിക്കുളം ശ്രീ
ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവം ഫെബ്രുവരി 4 മുതൽ 6 വരെ ആഘോഷിക്കും. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിശേഷാൽ പൂജകൾ നടക്കും. വ്യാഴാഴ്ച ഉത്സവ ദിവസം രാവിലെ ഗണപതി ഹോമം, നവകം, ഉഷപൂജ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, തുടർന്ന് അന്നദാനം. 11 മുതൽ വിവിധ മേഖലകളിൽ നിന്നും പാൽക്കാവടികൾ ക്ഷേത്രാങ്കണത്തിലെത്തും. വൈകിട്ട് നടക്കുന്ന എഴുന്നള്ളിപ്പിൽ 3 ആനകൾ അണിനിരക്കും. ഊട്ടോളി മഹാദേവൻ തിടമ്പേറ്റും. പഞ്ചവാദ്യവും ചെണ്ടമേളവും അകമ്പടിയാവും. വൈകിട്ട് വർണ്ണമഴ, നാദസ്വര കച്ചേരി എന്നിവ നടക്കും. രാത്രി ഭസ്മകാവടി, വെള്ളിയാഴ്ച വടക്കുംവാതുക്കൽ കർമ്മം, ഗുരുതി സമർപ്പണം. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ജനാർദ്ദനൻ TR, സുഗിൽദാസ് TR, TR ഷൈജു, സുധാകരൻ TV, മദനൻ TR എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തളിക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവമാണ് ഈ വരുന്ന ഫെബ്രുവരി 4, 5, 6 തീയതികളിലായിട്ട് ക്ഷേത്രത്തിൽ ആഘോഷിക്കാൻ പോകുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തളിക്കുളത്തെ. ഏറ്റവും കൂടുതൽ ആളുകൾ സമകാലീനമായിട്ട് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമായിട്ട് തളിക്കുളത്ത് ഈ ക്ഷേത്ര മഹോത്സവം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല തളിക്കുളത്തിൻ്റെ തന്നെ വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്ന് വരുന്ന 9ഓളം സെറ്റ് കാവടി ഘോഷയാത്രകൾ, അതിലുൾപ്പെടുന്ന ഒരു ശൂലം വരവ് കമ്മിറ്റി ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ കാവടി ഘോഷയാത്രകൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് 2 നേരങ്ങളിലായിട്ട് വരുന്നത്. ഒരിടവേള. അമ്മേ നാരായണ, ദേവി നാരായണ. നാട്ടിക തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 8 തീയതി വൈകിട്ട് 8 മണി മുതൽ നാടിനെ ഭക്തിയിൽ ആറാടിക്കാൻ മായാമോഹനം ഭജൻസ്. മായാമോഹനം, ആത്മാവിൻ്റെ ദിവ്യ സംഗീതം. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ,
ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. അഖില കേരള ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചാവക്കാട് താലൂക്ക് സമ്മേളനം നടത്തി. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 50 വർഷം പൂർത്തീകരിച്ച മുൻ MLA വി ദിനകരനെ ആദരിക്കുന്ന ചടങ്ങും ചാവക്കാട് താലൂക്കിലെ ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായ സമുദായ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. ഏങ്ങണ്ടിയൂർ ശ്രീനാരായണ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ചാവക്കാട് താലൂക്ക് സുവർണ ജൂബിലി സമ്മേളനം ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് വാരിജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ദിനകരൻ സാറിനെ കുറിച്ച് നിങ്ങൾ പല പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഒരുപക്ഷെ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. 50 വർഷത്തിനിടയിൽ അദ്ദേഹം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തുണായി നിന്നുകൊണ്ട് ഒട്ടേറെ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ടാണ് ധീവരസഭയും ധീവരസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നാളിതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ധീവരസഭ ഒരു സാമുദായിക സംഘടനയാണ്. കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് സാമുദായിക സംഘടനകൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാനിവിടെ അവതരിപ്പിക്കുന്നു. വരും തലമുറ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ്. ഒന്ന്, ധീവരസഭയുടെ പ്രവർത്തന മേഖല സമ്പത്തില്ലാതെ, മറ്റ് ആധുനിക സജ്ജീകരണങ്ങളില്ലാതെ ഒരു നല്ല ഓഫീസ് മന്ദിരം പോലും ഈ അടുത്ത കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്ലേശമേറിയ ഒരു കാലാവസ്ഥയും പ്രവർത്തന രീതിയും സഹിച്ചുകൊണ്ടാണ് 50 വർഷം ഈ സംഘടന മറ്റ് സമുദായ സംഘടനകളോടൊപ്പം നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി, ധീവരസഭയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ പ്രവർത്തന മേഖലയുമായി ഇതുവരെ പ്രവർത്തിച്ചു വരുന്നു. താലൂക്ക് പ്രസിഡന്റ് UB മണികണ്ഠൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി വി ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ PV ജനാർദ്ദനൻ, സംസ്ഥാന സെക്രട്ടറിമാരായ KK തമ്പി, PM സുഗതൻ, സാംസ്കാരിക സമിതി സംസ്ഥാന സെക്രട്ടറി AR ശിവജി, ജില്ലാ സെക്രട്ടറി TV ശ്രീജിത്ത്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ UM സുബ്രഹ്മണ്യൻ, വേണു വെണ്ണറ, മഹിളാസഭ ജില്ലാ പ്രസിഡന്റ് റോഷ്നി ടീച്ചർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ജോഷി ബ്ലാങ്ങാട്ട്, UA ഉണ്ണികൃഷ്ണൻ, ജില്ലാ ട്രഷറർ AK വെങ്കിടേശ്വൻ, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി സരിത ടീച്ചർ, CV ശ്രീധരൻ, TS സോമൻ, അംബുജൻ, സുജാത മനോജ്, CK കൃഷ്ണൻകുട്ടി, OS ഷൺമുഖൻ, റീജ പ്രസാദ്, N പ്രകാശൻ, ഉഷ സുകുമാരൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് ബീച്ച് ചാലുകുളം മഹല്ല സാന്ത്വനം 4ാം വാർഷികത്തോടനുബന്ധിച്ച് മഹല്ല കമ്മിറ്റി സംഘടിപ്പിച്ച സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. ഷറഫുൽ ഇസ്ലാം മദ്രസ ഹാളിൽ വെച്ച് ഖത്തീബ് അബൂബക്കർ മദനി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് RA ഫൈസൽ അധ്യക്ഷനായി. സെക്രട്ടറി അബ്ദുൽ മുത്തലിബ്, മുൻ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ മിസ്റ്റർ സൗത്ത് ഏഷ്യ VM ബഷീർ, ഡോക്ടർ ഷെരീഖ് സായിൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഇടവക ദേവാലയത്തിന്റെ 525ാം ജൂബിലി സമാപന സമ്മേളനം CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത മെത്രോപൊലിത്തയുമായ മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. 1525 വലപ്പാട് ഏലമാവിന്റെ ഒരു ശാഖയായി തുടങ്ങിയ ഈ വലപ്പാട് ഇടവക തൃശൂർ അതിരൂപതയിൽ പല കാര്യങ്ങൾ കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടവകയാണ്. നിങ്ങൾ ഈ ജൂബിലി വർഷത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ജൂബിലി വർഷത്തിൽ വളരെയേറെ ആത്മീയവും ഭൗതികവും സാമൂഹികവുമായ പല പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നു. ഇന്ന് പ്രത്യേകിച്ച് ജൂബിലി സ്മാരക ഭവനം കൈമാറുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പള്ളി പണിയുന്നുണ്ടെങ്കിൽ 10% പാവപ്പെട്ടവരെ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പള്ളി പണിയായിട്ട് കഴിഞ്ഞുവെന്ന് ഞാൻ പറയുകയുള്ളൂ. ഈ എളിയവരിൽ ഒരുവർ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ യേശുവിന്റെ മനോഭാവം നിങ്ങൾ ഒത്തിരി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, പെൻഷൻ ഫണ്ട്, ഡയാലിസിസ്,
വിവാഹ സഹായം, പലിശരഹിത വായ്പ അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഭവനമടക്കം ഈ ജൂബിലിയോടനുബന്ധിച്ച് ചെയ്തു എന്നറിയുന്നതുകൊണ്ട് വലപ്പാട് ഇടവക്കാരെ പ്രത്യേകമായിട്ട് നിങ്ങൾ അനുമോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജൂബിലി സ്മാരക ഭവന താക്കോൽദാനം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ അധ്യക്ഷനായി. മലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാഷ് മുഖ്യാതിഥിയായിരുന്നു. കൈക്കാരൻ ജോൺസൺ ANP, ജൂബിലി ജനറൽ കൺവീനർ സെബി ജോർജ്, ഫാദർ ചെറിയൻ മാളിയേക്കൽ, സിസ്റ്റർ കൊച്ചു ത്രേസ്യ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ഷഹാർ ബാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ദേവാലയ ജീവനക്കാരി കുഞ്ഞില ജോസ്, ഭവന നിർമ്മാണ കോൺട്രാക്ടർ ജോൺ സ്റ്റാലിശ്ശേരി എന്നിവരെ ആദരിച്ചു. കഴിഞ്ഞ ഒരു വർഷം മുടങ്ങാതെ കുർബാനയ്ക്ക് വന്ന കുട്ടികൾക്ക് സൈക്കിൾ വിതരണം വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാഷ് നിർവഹിച്ചു. കൈക്കാരന്മാരായ ജിജോ ജോസ്, ഡെൻസൺ ഫ്രാൻസിസ്, പാസ്റ്ററൽ കൗൺസിൽ മെമ്പർ AA ആന്റണി, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ജെയിംസ് CA, സംഘടനാ ഏകോപന സമിതി പ്രസിഡന്റ് ബിജു EP എന്നിവർ സംസാരിച്ചു. പൊതു സമ്മേളനത്തിന് ശേഷം വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ KCYM സംഘടനയും വലപ്പാട് പ്രവാസി കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച മ്യൂസിക് ഷോയും ഉണ്ടായിരുന്നു. ഭാരതീയ മസ്ദൂർ സംഘം മണലൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മണലൂർ വിവേകാനന്ദ ട്രസ്റ്റ് ഹാളിൽ ചേർന്ന യോഗം BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കടം ഉദ്ഘാടനം ചെയ്തു. സതീഷ് അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രഭാരി പ്രജിത്ത്, ആനന്ദൻ, നാട്ടിക തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി മേഖലാ പ്രസിഡന്റ് PC സുധീർ, സെക്രട്ടറി TS അഭിലാഷ്, ട്രഷറർ മഹേന്ദ്രജിത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. വടനപ്പള്ളി പൂശാരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി വടക്ക് ദേശം കാവടി ആഘോഷ കമ്മിറ്റി ഘോഷയാത്ര നടത്തി. ഞായറാഴ്ച രാവിലെ ശങ്കരമംഗലം മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്നും നാദസ്വരം, ശൂലം വരവ്, ചിന്തുപാട്ട്, തമ്പോലം, ഫാൻസി തെയ്യം, അമ്മക്കുടം, പീലിക്കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടിയ കാവടി ഘോഷയാത്ര ഉച്ചയ്ക്ക് 2 മണിയോടെ പൂശാരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ശരത് പേരാത്ത്, സെക്രട്ടറി പ്രത്യൂഷ് ചിറയത്ത്, ട്രഷറർ പ്രവീൺ ചിറയത്ത്, വൈസ് പ്രസിഡന്റ് സുബിൻ വെളുത്തേടത്ത് പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി അരുൺ സതീശൻ, രക്ഷാധികാരി വിജയരാഘവൻ കൊട്ടിയാട്ടിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുരുക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്ര മാറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. കൈതവളപ്പൻ വഞ്ചിവക കൊടിക്കൂറ സമർപ്പണ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലെത്തി ദേവിക കൊടിക്കൂറ സമർപ്പണം നടത്തിയ ശേഷം ക്ഷേത്രം തന്ത്രി സുകുമാരൻ തന്ത്രി കൊടിയേറ്റ് നിർവഹിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 7-ന് തിരുവാതിരകളി, രാത്രി 7-ന് ഭക്തിഗാനമഞ്ജരി, 4-ന് വൈകിട്ട് 6:30-ന് വിവിധ കലാപരിപാടികൾ, 5-ന് വൈകിട്ട് 6:30-ന് ഗാനമേള, ഉത്സവ ദിവസമായ 8-ന് രാവിലെ 8 മണിക്ക് ശീവേലി, വൈകിട്ട് 3:30-ന് പകൽപൂരം, 6:30-ന് ദീപാരാധന, തുടർന്ന് വെടിക്കെട്ട്, വർണ്ണമഴ, 9:30-ന് ആറാട്ട്, തിരിച്ചെഴുന്നള്ളത്ത് തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. മുഐ തായ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടി ഏഷ്യൻ ഗെയിംസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തളിക്കുളം സ്വദേശി സഫ്വാൻ ഷാജിക്ക് SDPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി EM അബ്ദുൽ ലത്തീഫ് ഉപഹാരം സമർപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷെർലിൻ തളിക്കുളം, മണ്ഡലം സെക്രട്ടറി അബു താഹിർ, മണ്ഡലം ട്രഷറർ മുനീർ, ഷിഹാബ് ചാമക്കാല എന്നിവർ സംസാരിച്ചു.
എടമട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി കഴിമ്പ്രം ശ്രീമുരുക ശാഖയുടെ അവാർഡ് വിതരണവും ഭജൻസും അരങ്ങേറി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളായ അനുപമ VS, ദേവനന്ദ, ഭാഗ്യ സുരേന്ദ്രൻ, ശ്രേത KR, ധനിഷ്ഠ ജിംജി, ശ്രീലക്ഷ്മി SS, മാളവിക മധു എന്നിവർ അവാർഡിന് അർഹരായി. സമാജം പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, സമാജം സെക്രട്ടറി രാജേഷ് വെളേക്കാട്ട്, സമാജം ട്രഷറർ സുമോദ് എറണേഴത്ത്, മധു ശക്തിധര പണിക്കർ, സുരേഷ് പുല്ലാട്ട്, ശശിലാൽ മാരാത്ത്, രാമചന്ദ്രൻ ഏറാട്ട്, രഞ്ജൻ എരുമത്തിരുത്തി, ജിംജി വാഴപ്പിള്ളി, കോമള പോട്ടേക്കാട്ട്, ബബിനി, ഷീല വിനോദ്, സുമോദ്, ജിതിൻ ചോലയിൽ, ഷിബു നെടിയിരിപ്പിൽ എന്നിവർ പുരസ്കാരം നൽകി. തുടർന്ന് മായാമോഹനം ഭജൻസും നടന്നു. സൂരജ് സോമൻ വാഴപ്പള്ളിയാണ് ഭജൻസ് സ്പോൺസർ ചെയ്തത്. താന്യം സെയിന്റ് പീറ്റേഴ്സ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനായി. ഫാദർ നോർബർട്ട് തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി സഹകാർമ്മികനായി. വിശുദ്ധ കുർബാനയും പ്രദക്ഷിണം, കൊച്ചിൻ കലാഭവന്റെ ബാൻഡ് വാദ്യം എന്നിവ നടന്നു. തിരുനാൾ കൺവീനർ പ്രതീഷ് ജോസ്, കൈക്കാരന്മാരായ CJ സിജോ, ഫെബി തോട്ടുങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. വിശ്വകർമ്മ സംഘടനകളുടെ കൂട്ടായ്മയായ വിശ്വകർമ്മ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ഞായറാഴ്ച തൃശൂർ ജില്ലയിലെ പ്രതിനിധീകരിച്ച് നാട്ടികയിൽ സ്വീകരണം നൽകി. കിഴക്കൂട്ട് KK ബാലൻ സ്വീകരണ ജാഥ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വീകരണ സംഘാടക സമിതി ചെയർമാൻ രാജു വെന്നിക്കൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുദർശനൻ, മോഹനൻ പടിഞ്ഞാറൂട്ട്, ശശി തൃപ്രയാർ, സുജാത ഹരിദാസ്, അംബിക ഗോപാലൻ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റനും ചെയർമാനുമായ ഡോക്ടർ B രാധാകൃഷ്ണൻ, ജാഥ മാനേജർ വിഷ്ണു ഹരി എന്നിവർക്കുള്ള സ്വീകരണവും തുടർന്ന് അവകാശ സംരക്ഷണ ജാഥയെക്കുറിച്ച് മറുപടി പ്രസംഗം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വിശ്വകർമ്മജർക്ക് അർഹിക്കുന്ന സ്വീറ്റ് അനുവദിക്കുക, വിശ്വകർമ്മ ദിനമായ സെപ്റ്റംബർ 17 പൊതു അവധിയായി പ്രഖ്യാപിക്കുക, PSCയിലെയും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലെയും വിശ്വകർമ്മജരുടെ ഉദ്യോഗ സംവരണം ജനസംഖ്യ ആനുപാതികമായി വർദ്ധിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകൾക്കും വിശ്വകർമ്മ വിദ്യാർത്ഥികൾക്ക് അർഹിക്കുന്ന സംവരണം അനുവദിക്കുക, വിശ്വകർമ്മജരുമായി ബന്ധപ്പെട്ട ബോർഡ് കോർപ്പറേഷനുകളിൽ ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ ബോർഡ് അംഗങ്ങളെ നിയമിക്കുക എന്നീ ആവശ്യങ്ങളാണ് അവകാശ സംരക്ഷണ ജാഥയിലൂടെ ഉന്നയിക്കുന്നത്. വിശ്വകർമ്മ ഐക്യവേദിക്കുള്ള ഒറ്റ പേരിൽ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു. പല കാര്യങ്ങളും ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനിയും അത് നടക്കും. ഇനി അത് കുറെ കൂടെ ശക്തമായ രീതിയിൽ ത്വരിത രീതിയിൽ നടക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള അവകാശ പ്രഖ്യാപന ജാഥ നടത്തുന്നത്. നമുക്ക് ആകെപ്പാട് 2% സംവരണമാണുള്ളത്. അത് +2 തലത്തിലുണ്ട്. പക്ഷേ BSCക്കാർക്ക് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. അതെല്ലാം OBX എന്നുള്ള പേരിൽ നമ്മൾ മാറ്റിയിരിക്കാം. നായർ സമുദായത്തിനും നമ്പൂതിരിമാർക്കും അതുപോലുള്ള സവർണർക്ക് വേണ്ടി ഒന്ന് സുഖം ചെയ്തു കൊടുത്തതാണ് EWS എന്ന് പറഞ്ഞത് 10% സംവരണം. ദേവസ്വം ബോർഡിലേക്ക് അവസ്ഥ ആലോചിച്ച് നോക്കുക. ആകെ 6000 പേരുള്ള 5000 പേരോളം നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. ബാക്കിയുള്ള നമ്പൂതിരിമാർ.
വടക്കേക്കാരമുക്ക് പണ്ടാരൻ പരേതനായ ശ്രീനിവാസൻ ഭാര്യ മാലതി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. മക്കൾ സുജിത്ത്, സുധീർ, സുജാത, സുജയ, മരുമക്കൾ ജീന, ഉമ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടമട്ടം ശ്രീ ഭദ്രജല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ചടങ്ങുകൾക്ക് തുടക്കമായി. ബുധനാഴ്ചയാണ് തൈപ്പൂയ ആഘോഷം. അഖില കേരള ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചാവക്കാട് താലൂക്ക് സമ്മേളനം നടത്തി. വലപ്പാട് ഇടവക ദൈവാലയത്തിന്റെ 525ാം ജൂബിലി സമാപന സമ്മേളനം മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.